ഹായ് നമസ്കാരം. അറിവിൻ്റെ പേടകം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് PYQ ക്വസ്റ്റ്യൻ ആണ്. അതുമായി ബന്ധപ്പെട്ട കുറേ ഫാക്ട്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ലാസ്റ്റ് ഗ്രേഡിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഉള്ള മിഷനാണ് നമ്മൾ കുറേ ആയിട്ട് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ലാസ്റ്റ് ഗ്രേഡിൻ്റെ ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ട്സ് തന്നെയാണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം, അറിവിൻ്റെ പേടകം എന്നാണല്ലേ. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളത് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക കേട്ടോ. എയിം സ്റ്റഡീസ് എന്ന ഒരു ചാനൽ തന്നെയാണ് അറിവിൻ്റെ പേടകം എന്ന് പറയുന്നത്. ഓക്കെ, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ഏതാണ് മക്കളെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ഡി അല്ലെ, രാജാറാം മോഹൻ റായ് ആണ് അല്ലെ. എന്താണ് രാജാറാം മോഹൻ റായിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ്, മതനവീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റായ് ആണ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന വ്യക്തി, സംവാദ് കൗമുദി എന്ന പത്രം ആരംഭിച്ച വ്യക്തി, സതി നിർത്തലാക്കാൻ വില്യം ഫ്രെഡറിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച വ്യക്തി കൂടിയാണ് ആര്? രാജാറാം മോഹൻ റായ് അല്ലെ. അടുത്ത ആൾ എന്താണ്? വീരേശലിംഗം പന്തലു. എന്താണ്? ആന്ധ്രയിലെ രാജാറാം മോഹൻ റായ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? വീരേശലിംഗം പന്തലു എന്നറിയപ്പെടുന്നത്. വിവേകവർദ്ധിനി മാസിക ആരംഭിച്ച വ്യക്തിയാണ് ആര്? വീരേശലിംഗം. 1874 ഏതാണ് വിവേകവർദ്ധിനി എന്ന മാസിക വീരേശലിംഗം ആരംഭിച്ചത്. തെലുങ്ക് സാഹിത്യത്തിലെ ആദ്യ നോവലായ രാജശേഖര ചരിത്രം രചിച്ച വ്യക്തി കൂടിയാണ് ആര്? വീരേശലിംഗം പന്തലൂതൻ. എന്താണ്? സ്ത്രീകൾക്ക് വേണ്ടി വീരേശലിംഗം ആരംഭിച്ച മാസികയാണ് സതിഹിത ബോധിനി. എന്താണ്? സതിഹിത ബോധിനിയാണ്. അടുത്ത വ്യക്തി ആരാണ്? ബാലഗംഗാധര തിലകാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. അങ്ങനെ ആരാ വിശേഷിപ്പിച്ചത്? ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഗാന്ധിജിയാണ് ബാലഗംഗാധര തിലകനെ അങ്ങനെ വിശേഷിപ്പിച്ചത്. മഹാരാഷ്ട്രയിലെ ശിവജി ഉത്സവവും ഗണേശ ഉത്സവവും അല്ലെ ആരംഭിച്ച വ്യക്തിയാണ് ആര്? ബാലഗംഗാധര തിലകൻ. മറാത്ത കേസരി, ലോകമാന്യ അല്ലെ അരാജകത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കിരീടം വയ്ക്കാത്ത രാജകുമാരൻ, ഇന്ത്യൻ അസസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ഗീതാരഹസ്യം, ആർട്ടിക് ഹോമിൻ, വേദാസ് എന്ന കൃതികളുടെ രചയിതാവാണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് അല്ലെ, ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ്. കോൺഗ്രസിന്റെ വാർഷിക പരിപാടികളെ അവധികാല വിനോദ പരിപാടി എന്ന് കളിയാക്കിയ വ്യക്തിയാണ് തിലക. പിന്നെ പൂനെയിൽ ആരംഭിച്ച സ്കൂളിന്റെ പേരെന്താണ്? ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ. എന്താണ്? ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ച കാര്യമാണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനാണ് ആര്? കേശവ ചന്ദ്രസൻ അല്ലെ. ഹിന്ദു മതത്തിന്റെയും ക്രിസ്ത്യൻ മതത്തിന്റെയും എന്തൊരു സങ്കര ദർശനമായ നവവിധാൻ. എന്താണ്? ഹിന്ദു മതത്തിന്റെയും ക്രിസ്ത്യൻ മത സങ്കരവിധാന നവവിധാൻ അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? കേശവ ചന്ദ്രസൻ. സംഗത് സഭ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സംഗത് സഭ രൂപീകരിച്ച വ്യക്തിയാണ് ആര്? കേശവ ചന്ദ്രസൻ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചു. എന്താണ്? ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? കേശവ ചന്ദ്രസൻ. ഏതു വർഷമാണ്? 1870 ഇന്ത്യൻ റിഫോം അല്ലെ അസോസിയേഷൻ സ്ഥാപിച്ചത് കേശവ ചന്ദ്രസൻ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? നമുക്കറിയാം അല്ലെ, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ആരാണ് മക്കളെ? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് അല്ലെ. സിവിൽ സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ കൂടിയായിരുന്നു ആര്? സുരേന്ദ്രനാഥ് ബാനർജി അല്ലെ. എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ തർക്കത്തിനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? സുരേന്ദ്രനാഥ് ബാനർജി. ബംഗാളിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന എ നേഷൻ ഇൻ മേക്കിംഗ് ആരുടെ ആത്മകഥയാണ്? എ നേഷൻ ഇൻ മേക്കിംഗ് ആരുടെ ആത്മകഥയാണ്? സുരേന്ദ്രനാഥ് ബാനർജിയുടെയാണ്. ബോംബെ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്?
ബോംബെ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ഫിറോസ് ഷാ മേത്ത അല്ലെ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ, ബോംബെ ക്രോണിക്കൽ എന്ന ഇംഗ്ലീഷ് പത്രത്തിന്റെ സ്ഥാപകനൊക്കെ ആരാണ്? ഫിറോസ് ഷാ മേത്തയാണ്. ദെൻ ദീനബന്ധു മിത്ര അല്ലെ. ദീനബന്ധു മിത്ര നമുക്ക് എക്സാമിനൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ച കാര്യമാണ് അല്ലെ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന അല്ലെ ചൂഷണത്തെ ഹൃദയപരിതമായി ചിത്രീകരിച്ച നീലദർപ്പൺ അല്ലെ. നീലദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് എന്താണ്? ചൂഷണവുമായി ബന്ധപ്പെട്ടില്ലേ നാടകത്തിന്റെ രചയിതാവാണ് ആര്? ദീനബന്ധു മിത്ര എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ബങ്കിം ചന്ദ്ര ചാറ്റർജിയിലെ ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗദർശൻ എന്ന ബംഗാളി പത്രത്തിന്റെ സ്ഥാപകൻ. ദെൻ ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം അല്ലെ പ്രമേയമാക്കി ആനന്ദമഠം അല്ലെ ആനന്ദമഠം എന്ന നോവൽ രചിച്ച വ്യക്തി കൂടിയാണ് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ചോദ്യം നോക്കിയേ മക്കളെ. താഴെ പറയുന്നവയിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം നൽകിയ സാഹിത്യകാരൻ ആരാണ്? പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം നൽകിയത് അല്ലെ പ്രയർ സൊസൈറ്റി എന്നറിയപ്പെടുന്നതാണ് പ്രാർത്ഥനാ സമാജം. ആരാണ്? ആത്മറാം പാണ്ഡുരംഗ്. ആരാണ് മക്കളെ? ആത്മറാം പാണ്ഡുരംഗ് അല്ലെ. പ്രാർത്ഥനാ സമാജം ഏത് വർഷമാണ് സ്ഥാപിതമായത്? 1867 പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ് സ്ഥാപിച്ചത്. ദെൻ പ്രാർത്ഥനാ സമാജം വേറൊരു പേരാണ് നമ്മൾ പറഞ്ഞത് പ്രയർ സൊസൈറ്റി എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ദെൻ അടുത്ത് എന്താണ്? ജ്യോതിറാവ് ഫൂലെ. സത്യശോധക് സമാജിന്റെ സ്ഥാപകനാണ് ആര്? ജ്യോതിറാവ് ഫൂലെ അല്ലെ. മുഖപത്രമായ സത്യശോധ സമാജിന്റെ മുഖപത്രം ഏതാണ്? ദീനബന്ധുവിന്റെ സ്ഥാപകൻ. സത്യശോധ സമാജ മുഖപത്രം എന്താണ്? ദീനബന്ധു. ദീനബന്ധുവിന്റെ സ്ഥാപകൻ കൂടിയാണ് ആര്? ജ്യോതിറാവ് ഫൂലെ. ഗുലാംഗിരി അല്ലെ എന്ന ഗ്രന്ഥങ്ങളുടെ കർത്താവ്, അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു കൂടിയായിരുന്നു ആര്? ജ്യോതിറാവ് ഫൂലെ. ക്ലിയർ ആണോ? ദെൻ ആനി ബസന്റ് എന്താണ് മക്കളെ? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ആനി ബസന്റ് അല്ലെ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയുടെ മുഖ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. ഹോം റൂൾ എന്ന ആശയം അല്ലെ ഇന്ത്യയിൽ അവതരിപ്പിച്ച വനിത കൂടിയാണ്. ദെൻ കോമൺവെൽത്ത്, ന്യൂ ഇന്ത്യ എന്ന പത്രങ്ങളുടെ സ്ഥാപക. എന്താണ്? സ്പീഡ് കൂടുന്നുണ്ടോ? കോമൺവെൽത്തും ന്യൂ ഇന്ത്യ എന്ന പത്രങ്ങളുടെ സ്ഥാപക കൂടിയാണ് ആര്? ആനി ബസന്റ് കേട്ടോ. ദെൻ ഇ വി രാമസ്വാമി നായ്ക്കർ എന്താണ്? വൈക്കം ഹീറോ, പെരിയോർ എന്നറിയപ്പെടുന്ന അല്ലെ വ്യക്തിയാണ്. സാമൂഹ്യ വ്യക്തിയാണ്. എന്ത് എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. മധുരയിൽ നിന്നും വൈക്കത്തിലേക്ക് ജാഥ നയിച്ച വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചത്? വൈക്കമാണ്. ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇ വി രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ച്? വൈക്കം, തിരുവനന്തപുരത്താണ് സ്ഥാപിച്ചത്. ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ അതിൽ 4 ഓപ്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, നാവിക കലാപം നടന്ന സ്ഥലം എവിടെയാണ് എന്നാണ് ചോദ്യം. ബംഗാളാണോ, ഉത്തർപ്രദേശാണോ, ബോംബെ ആണോ, ഗുജറാത്ത് ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാലേ ഇന്ത്യൻ നാവിക കലാപം എപ്പോഴാണ്? 1946 എവിടെയായിരുന്നു? ഓപ്ഷൻ സി, ബോംബെയിലായിരുന്നു അല്ലേ. എന്താ അത് പൊട്ടിപ്പുറപ്പെട്ട നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട യുദ്ധക്കപ്പൽ എന്താണ്? HMIS തൽവാർ. എന്താണ്? HMIS തൽവാർ. എന്താണ് മക്കളെ? ഏതാണ്? 1900 എപ്പോഴായിരുന്നു? 46 നാവിക കലാപം നടന്നത്. HMS അല്ലെ HMIS തൽവാർ ആയിരുന്നു യുദ്ധക്കപ്പൽ. നാവിക കലാപത്തിന് രൂപം കൊടുത്ത സംഘടന ഏതാണ്? നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി. എന്താണ്? നേവൽ ആരാണ് നേതൃത്വം നൽകിയെന്ന് ചോദിച്ചാൽ നേവൽ സെൻട്രൽ കമ്മിറ്റിയാണ് നേതൃത്വം നൽകിയത്. HMIS തൽവാറാണ് യുദ്ധക്കപ്പൽ. ദെൻ ആരാണ് നേതൃത്വം നൽകിയ നേതാവ്? BC ദത്ത്. ആരാണ് മക്കളെ? BC ദത്ത് ആണ് എന്ത് ഈ കലാപത്തിന് നേതൃത്വം നൽകിയ നേതാവ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ നാവിക കലാപത്തിലെ സ്വരാജിന്റെ ശവപ്പട്ടിയിലേക്കുള്ള അടിച്ച ആണി എന്നല്ലേ നാവിക കലാപത്തെ സ്വരാജിന്റെ ശവപ്പട്ടിയിലേക്കുള്ള അടിച്ച
പ്രാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയായിരുന്നു. ആരാണ് മക്കളെ? ഗാന്ധിജിയായിരുന്നു അങ്ങനെ വിശേഷിപ്പിച്ച. ക്ലിയർ ആണോ? ദെൻ അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തതാര്? ഇതിൽ 3 എന്നാണ് ചോദ്യം അല്ലെ. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ച് അല്ലെ സൈമൺ കമ്മീഷന്റെ ഒരു റിപ്പോർട്ടിന് ഇറങ്ങിത്തിരിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ സർവകക്ഷി സമ്മേളനങ്ങളാണ്. വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിലെ എവിടെ? ജെയിംസ് പാലസിൽ വെച്ചാണ് നടന്നത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഏതാണ്? ഓപ്ഷൻ ഡി, BR അംബേദ്കർ ആയിരുന്നു. ആരാണ് മക്കളെ? BR അംബേദ്കർ ആയിരുന്നു താഴെ കൊടുത്തിരിക്കുന്നതിൽ 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്തത്. തേജ്പൂർ ബഹദൂർ സപ്രി, BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന എന്നീ പ്രമുഖരാണ് 1-ാം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത്. ഗാന്ധിജി ആണെങ്കിലോ 2-ാം വട്ടമേശ സമ്മേളനം കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് ഗാന്ധിജി പങ്കെടുത്തത്. 3-ാമത്തെ വട്ടമേശ സമ്മേളനമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായത്. ഏത് സമ്മേളനമാണ് ചോദിച്ചിട്ടുണ്ട്? 3-ാം വട്ടമേശ സമ്മേളനമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായത്. ദെൻ 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്ത അധസ്ഥിത വിഭാഗത്തിന്റെ നേതാവായിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അപ്പോൾ വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട 3 പ്രാവശ്യം പങ്കെടുത്ത വ്യക്തിയാണ് BR അംബേദ്കർ. ദെൻ അടുത്ത ചോദ്യം. ഇന്ത്യൻ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? ഇന്ത്യൻ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം എവിടെ നിന്നാണ്? അമേരിക്കയാണ്. ഓപ്ഷൻ എ, അമേരിക്കയിൽ നിന്നാണ് കടം കൊണ്ടത് അല്ലെ. നിയമവാഴ്ച കടം കൊണ്ടത് ബ്രിട്ടൻ ആണെങ്കിൽ റിട്ട് എന്ന ആശയം കടം കൊണ്ടതും എവിടെയാണ്? ബ്രിട്ടൻ തന്നെയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് അയർലാൻഡ് ആണ്. നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ് ആണ്. ദെൻ ഫെഡറൽ സംവിധാനം, അവശിഷ്ട അധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകളൊക്കെ എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്നിവ എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ദെൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? 42-ാം ഭേദഗതി അല്ലെ. 1976 അല്ലെ. 1976 42-ാം ഭേദഗതി എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ എന്ന് അറിയപ്പെടുന്ന ഏതാണ്? 42-ാം ഭേദഗതിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? 44-ാം ഭേദഗതി എന്താണ്? 1944-ാം ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? സ്വത്തവകാശത്തെക്കുറിച്ച് 1978 1978 44-ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? സ്വത്തവകാശത്തെ മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. 52 ആണെങ്കിലോ 1985 കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ടത്. 1985 എന്താണ് മക്കളെ? കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? 52-ാമത്തെ ഭേദഗതി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ദെൻ 8-ാമത്തെ ചോദ്യം. LGSന്റെ ക്രാഷ് ബാച്ച് എയിം സ്റ്റഡി സെൻ്ററിൽ അവൈലബിൾ ആണ്. 999 രൂപ മാത്രമേ ഉള്ളൂ. അത് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ പരീക്ഷയും പേഴ്സണൽ മെൻറ്റർഷിപ്പും അടങ്ങുന്നതാണ്. അപ്പോൾ LGSന് 999 രൂപ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും എന്തുണ്ട്? 249 രൂപയുടെ മോഡൽ എക്സാമും ദെൻ 25 മോഡൽ പരീക്ഷ, 25 PYQ പ്ലസ് 25 ലൈവ് ക്ലാസ്സും തികച്ചും സൗജന്യമാണ്. ഇനി നമുക്ക് ക്രാഷ് ബാച്ച് വേണ്ട, 999 രൂപയുടെ വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 249 രൂപ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും കേട്ടോ. ദെൻ ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഏതാണ് ആൻസർ ആയിട്ട് അവിടെ വരുന്നത്? ഭരണഘടനയിൽ ഏതാണ്? ഓപ്ഷൻ ഏതാ മക്കളെ? ഓപ്ഷൻ ബി ആണ് അല്ലേ. ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. എന്താണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ്? നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന്, എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്ന അവകാശമാണ് എന്ത്? സമത്വത്തിനുള്ള അവകാശം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലേ. ദെൻ ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം
സ്വാതന്ത്ര്യം നൽകുന്ന അവകാശമാണേത്? ഭരണഘടനാ പരിഹാരമായ അവകാശം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് എന്ത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ദെൻ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഏതാണ് ആൻസർ അവിടെ? ഓപ്ഷൻ ഡി, മാർഗനിർദ്ദേശക തത്വങ്ങളാണ് അല്ലെ. ദെൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ ഉള്ള പൗരന്മാരെ പ്രേരിപ്പിക്കുന്നതാണ് എന്ത്? മൗലിക കടമകൾ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി വരെ അല്ലേ, ഭാഗം 4A ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ദെൻ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഏതാണ്? മൗലിക അവകാശമാണെങ്കിൽ ഭാഗം 3 ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഭാഗം 9A എന്താണ്? മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് ഏത്? ഭാഗം 9A എന്നും കൂടി മനസ്സിലാക്കുക. നമ്മുടെ 11ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ആറ്റിങ്ങൽ കലാപമാണ് അവിടെ ആൻസർ ആയിട്ട് വരിക അല്ലേ. ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15-ാം തീയതിയാണ് നടന്നത്. എവിടെയാണ്? 1721 ഏപ്രിൽ 15-ാം തീയതിയാണ് എന്ത്? ആറ്റിങ്ങൽ കലാപം നടന്ന്. ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ആരാണ്? ഉമയമ്മ റാണിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് ഏതാണ്? ഗിഫോർഡ് ആണ് കേട്ടോ. ഗിഫോർഡ് ആണ് എന്നും കൂടി ഓർത്തു വെക്കുക. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്ത് വേണാടിലെ രാജാവ് നിങ്ങൾക്കറിയാം ഏതാണ്? വേണാട് രാജാവ് ആരാണ്? ആദിത്യവർമ്മ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ട് സത്യം തന്നെ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ വൃത്തികെട്ട ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന്. ഞാനിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പഠിച്ചു വരുന്നുണ്ട് കേട്ടോ ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ. ദെൻ അടുത്തത് എന്താണ്? മലബാർ കലാപം. എന്താ മക്കളെ? മലബാർ കലാപത്തിൻ്റെ ഭാഗമായിട്ട് 1921 നടന്ന സംഭവം ഏതാണ്? അതാണ് പൂക്കോട്ടൂർ കലാപം അല്ലേ. മലബാർ കലാപത്തിൻ്റെ ഭാഗമായിട്ട് 1921 നടന്ന കലാപമാണ് പൂക്കോട്ടൂർ കലാപം. മാപ്പിള ലഹളയുടെ തുടർച്ചയായി 1921 നടന്ന കലാപം തന്നെയാണ് എന്ത്? മലബാർ കലാപം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ മലബാർ കലാപം അടിച്ചമർത്താൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് സേന പേരെന്താണ്? മലബാർ സ്പെഷ്യൽ പോലീസ്. എന്താണ് മക്കളെ? മലബാർ സ്പെഷ്യൽ പോലീസ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന 1997 ആണെങ്കിൽ അഞ്ചുതെങ്ങ് കോട്ട 1695-ലാണ്. 1697-ലാണ് അഞ്ചുതെങ്ങ് കലാപമെങ്കിൽ അഞ്ചുതെങ്ങ് കോട്ട 1695-ലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. മലബാർ ലഹളയുടെ കേന്ദ്രം എന്ന് ചോദിച്ചാൽ തിരുരങ്ങാടിയാണ്. ദെൻ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട തീവണ്ടി ദുരന്തം വാഗൺ ട്രാജഡിയിലെ 1921 നവംബർ 10. എപ്പോഴാണ്? 1921 നവംബർ മാസം 10-ാം തീയതിയാണ് എന്ത്? വാഗൺ ട്രാജഡി നടന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. പിന്നെ കുരുമുളകുമായി ബന്ധപ്പെട്ടതാണ് 5. പ്രധാന കാരണം എന്താണ്? കുരുമുളകിൻ്റെ വ്യാപാര ബ്രിട്ടീഷുകാർ എന്ത് സ്വന്തമാക്കിയതെന്നാണ്. അതിൽ നടന്ന കലാപമാണ് 5 തെങ്ങ് കലാപം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ആറ്റിങ്ങൽ റാണി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല കൂടിയാണ് ഇത് ഈ 5 തെങ്ങ് കോട്ട പണി കഴിപ്പിക്കാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരൻ്റെ പേര് ചോദിച്ചാൽ ജോൺ ബ്രോബോൺ. എന്താണ്? ജോൺ ബ്രോബോൺ ആണ് കേട്ടോ. അനുവാദം മേടിച്ച വ്യക്തിയാണ് ജോൺ ബ്രോബോൺ. ക്ലിയർ ആണോ?
കുറച്ച് സ്പീഡ് കുറയ്ക്കുന്നുണ്ട്, സ്പീഡ് കുറച്ചിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ദെൻ 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? 1931 കെ കേളപ്പനാണ് അല്ലേ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ കൂടിയാണ് ആര്? കെ കേളപ്പൻ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. ദെൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു ആര്? കെ കേളപ്പൻ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ നവോത്ഥാന ചരിത്രത്തിലെ തന്നെ മേഘ ജ്യോതിസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ടി കെ മാധവൻ. ചരിത്രത്തിലെ തന്നെ മേഘ ജ്യോതിസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടി കെ മാധവൻ. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്നു അല്ലേ. കേരളത്തിൽ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിലെ നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. പിന്നെ INC ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയ കാക്കിനട സമ്മേളനം അല്ലെ ഏത് വർഷമായിരുന്നു? 1923 പങ്കെടുത്ത വ്യക്തി കൂടിയാണ് ആര്? ടി കെ മാധവൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ അല്ലെ. മന്നത്ത് പത്മനാഭൻ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടന എന്താണ്? നായർ സർവീസ് സൊസൈറ്റി. എന്താണ്? നായർ NSS അല്ലെ, നായർ സർവീസ് സൊസൈറ്റി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ 1947 അല്ലെ മുതുകുളം പ്രസംഗം 47 35 അല്ലെ കോഴഞ്ചേരി പ്രസംഗം C കേശവനുമായി ബന്ധപ്പെട്ടത്. 47 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? മന്നത്ത് പത്മനാഭൻ അല്ലെ. ദെൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ കൂടിയായിരുന്നു ആര്? AK ഗോപാലൻ. എന്താണ്? വളണ്ടിയർ ക്യാപ്റ്റൻ കൂടിയായിരുന്നു AK ഗോപാലൻ. അമരാവതി സത്യാഗ്രഹത്തിന്റെ അല്ലെ പ്രധാന നേതാവായിരുന്നു. ദെൻ കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, ദെൻ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യയിൽ പിന്നെ കോഫി ഹൗസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? AK ഗോപാലനാണ്. ദെൻ അതുപോലെ തന്നെ ഇന്ത്യൻ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ദെൻ നമ്മുടെ 13ാമത്തെ ചോദ്യം, ശരിയായത് തിരഞ്ഞെടുക്കുക. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാനാർ ലഹള എന്ന് പറയുന്നു. അതവിടെ ശരിയാണോ മക്കളെ? അതവിടെ ശരിയാണ്. ദെൻ 1859 മാറുമറയ്ക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്ക് അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ച വ്യക്തിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നു. അത് അവിടെ ശരി തന്നെയാണ്. ആൻസർ ചെയ്താൽ വരിക ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രമാണ് ശരി എന്ന് പറയുക അല്ലെ. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്ന 1859 ചാനാർ ലഹളയാണ് അല്ലെ. മേൽമുണ്ട് ലഹള എന്നറിയപ്പെടുന്നൊക്കെ ഏതാണ്? ഈ ചാനാർ ലഹളയാണ്. അതുപോലെ തന്നെ മാറുമറയ്ക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്ക് അനുവദിച്ചുകൊണ്ട് വിളംബരം പുറത്ത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള, വളരെ നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് അല്ലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത്? ഈ ചാനാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. ദെൻ 14ാമത്തെ ചോദ്യം, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദനാണോ? അതെ അല്ലെ. അന്ധവിശ്വാസങ്ങൾ അല്ലെ അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടനയാണ് ഏത്? ആത്മവിദ്യാ സംഘം. ഏത് വർഷമാണ്? 1917 എപ്പോഴാണ് മക്കളെ? 1917 എന്ത്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ആത്മവിദ്യാ സംഘത്തിന്റെ പത്രം എന്നറിയപ്പെടുന്ന അഭിനവ കേരളമാണ് അല്ലെ. എന്ന് കാവ്യ ഉപേക്ഷിച്ച് കതർ അണിഞ്ഞ നവോത്ഥാന നായകൻ എന്നും കൂടി, യജമാനൻ എന്ന മാസിക ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ ശ്രീനാരായണ ഗുരു നമുക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന SNDP 1903 സ്ഥാപിച്ച് അല്ലെ. അരുവിപ്പുറം ക്ഷേത്രം എപ്പോഴാണ് സ്ഥാപിച്ച? 1888 അത് പണി കഴിപ്പിച്ചത് വർഷം 1887 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ
ശ്രീനാരായണ ഗുരു എന്ന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അല്ലേ രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്ന തിരുവിതാംകൂർ രാജാവ് ഒഴിവാക്കിയ നവോത്ഥാന നായകൻ. പിന്നെ ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വ്യക്തി ഏത് വർഷമാണ്? 1924 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ മന്നത്ത് പത്മനാഭൻ പറഞ്ഞ കാര്യമാണ്. ചട്ടമ്പി സ്വാമി എന്താണ്? തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടറി ക്ലർക്കായി ജോലി അന്വേഷിച്ച നവോത്ഥാന നായകനാണ് ആര്? ചട്ടമ്പി സ്വാമിയാണ്. സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്ന കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്ന അല്ലെ വിദ്യയും വിദ്യയും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതിക്ക് സാധ്യമാകുന്നു എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ. അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ കൂടിയാണ് ആര്? ചട്ടമ്പി സ്വാമി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ 15ാമത്തെ ചോദ്യം നോക്കാം. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് എന്നാണ് ചോദ്യം. ഗൗരി പാർവതി ലക്ഷ്മിബായി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഏതാണ് മക്കളെ? ഓപ്ഷൻ ബി ആണ് അല്ലേ. എന്താണ്? തിരുവിതാംകൂർ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരിയാണ്. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി അല്ലെ. പിന്നെന്താണ്? വേളി മുതൽ കഠിനംകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ അല്ലെ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി കൂടിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത ഭരണാധികാരിയാണ്. ദെൻ റാണി ലക്ഷ്മിബായി ആണെങ്കിലോ ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മിബായി അല്ലെ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി. ദെൻ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ആര്? ഗൗരി ലക്ഷ്മിബായി. ദെൻ സ്വാതി തിരുനാൾ എന്താണ്? ശ്രീചിത്ര തിരുനാളിന് പ്രായം തികയാത്തിനാൽ റീജൻ ഭരണം നടത്തിയ ഭരണാധികാരിയാണ് ആര്? സേതു ലക്ഷ്മിബായി ട്ടോ. അതും കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട പിന്നെന്താണ്? ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. പിന്നെ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ച ഭരണാധികാരി. വർത്തമാന പത്ര നിയമം പാസ്സാക്കിയത്. മരുമക്കത്തായം മാറ്റി മക്കത്ത സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരിയൊക്കെ ആരാണ്? സേതു ലക്ഷ്മിബായി ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ തിരുവിതാംകൂറിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്ന സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം തന്നെയായിരുന്നു. പിന്നെ പെറ്റി കേസുകളും അല്ലെ പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച് പരിഷ്കരിച്ച ഭരണാധികാരിയാണ് ആര്? സ്വാതി തിരുനാൾ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ തിരുവിതാംകൂർ ആദ്യത്തെ സെൻസസ് 1800 എപ്പോഴാണ്? 36 ആരംഭിച്ച ഭരണാധികാരിയാണ്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് കൂടിയായിരുന്നു ആര്? സ്വാതി തിരുനാൾ. ഞാനിങ്ങനെ കുറേ പറഞ്ഞു പോകുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടാവും വിചാരിക്കുന്നുണ്ട്. ദെൻ ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ്? ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ഏതാണ്? അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ. ഷൂ ഫെയ്ഹോങ് എന്തൊരു പേരാണ് അല്ലേ. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ അവരെ കുറിച്ചിട്ടുള്ള എനിക്ക് ഡീപ്പായിട്ട് ബാക്കിയുള്ളവരെ കുറിച്ചൊന്നും വലിയതായിട്ട് അറിയാത്തത് കൊണ്ട് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ദെൻ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം. ഏതാണ് മക്കൾ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ അവിടെ സി ആയിട്ട് KV മനോജ് കുമാറാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ്? ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 18ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ഏതൊക്കെയാണ് നാട്ടുരാജ്യങ്ങൾ? ഹൈദരാബാദ്, കാശ്മീർ അല്ലെ, ജുനഗഡ്. അപ്പൊ ഏതാണ് കൂട്ടത്തിൽ ചേരാത്തത്? ഓപ്ഷൻ ബി പഞ്ചാബാണ്. ഏതാണ്? ഓപ്ഷൻ ബി പഞ്ചാബാണ് അല്ലെ. ലയനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് കാശ്മീർ. കാശ്മീർ ഇന്ത്യൻ ലയിക്കാൻ സമ്മതിച്ചുകൊണ്ട് ലയനക്കരാറെ ഒപ്പുവെച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 1947 ഒക്ടോബർ 26 എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് എന്നും കൂടി
കൂടി മനസ്സിലാക്കി വെക്കുക. 1947 ഒക്ടോബർ 26 ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് രാജാ ഹരിസിംഗ് ആണ്. അതൊക്കെ ചോദിച്ച ചോദ്യമാണ്. ദെൻ ഹൈദരാബാദ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ. ഏത് വർഷമാണ് ഓപ്പറേഷൻ പോളോ? 1948 എന്ത് ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയൻ കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം 48 സെപ്റ്റംബറിലായിരുന്നു. ദെൻ ജനഹിത പരിശോധന വഴി അല്ലെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്ത നാട്ടുരാജ്യമാണ് ജുനഗഡ് അല്ലെ. ജുനഗഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്ന സമയത്ത് ഈ ജുനഗഡ് ഭരണാധികാരി മുഹമ്മദ് മഹബത്ത് കേട്ടോ. അത് ചോദിച്ചിരുന്നു, മുഹമ്മദ് മഹബത്ത്. ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളിന്ന് ഫാക്ട്സ് ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. മഹബത്ത് എന്നൊരു വ്യക്തിയായിരുന്നു ആ സമയത്ത് ഭരണാധികാരി. ക്ലിയർ ആണോ? ദെൻ അടുത്ത് ആരായിരുന്നു? പൊറ്റി ശ്രീരാമലു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു എന്ന് പറയുന്നു. ദെൻ നെഹ്റു മന്ത്രിസഭയിൽ ആൻസർ ചെയ്താൽ വരിക. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് ആര്? പൊറ്റി ശ്രീരാമലു അല്ലെ. ദെൻ 58 ദിവസം നിരാഹാരത്തെ തുടർന്നാണ് പൊറ്റി ശ്രീരാമലു അന്തരിച്ചത് എന്നും കൂടി മനസ്സിലാക്കുക. ദെൻ തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാന രൂപീകരണമെന്ന ആവശ്യവുമായി നിരാഹാരം തുടങ്ങിയ സ്വതന്ത്ര സമര സേനാനിയാണ് എന്നും കൂടി മനസ്സിലാക്കുക. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏത് വർഷമായിരുന്നു? 1953. എപ്പോഴാണ്? 1953. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ആരാണ്? ടി പ്രകാശമാണ്. ദെൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്നു മാത്രം യോജിക്കാത്തതാണ്. അത് ഏതെന്ന് കണ്ടെത്തുക. ഏതാണ് മക്കൾ അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ ആണല്ലേ. എന്താണ്? ഭിലായ് അല്ലേ. ഭിലായ് USA ആണോ? അത് മാത്രമാണ് അവിടെ തെറ്റായിട്ട് വരിക എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. സ്വാതന്ത്ര്യശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതൊക്കെയാണ്? ഭിലായ് ഉണ്ട്, റൂർക്കേലയുണ്ട്. ദെൻ എന്താണ്? ദുർഗാപൂർ ആണ്. റഷ്യയുടെ പങ്കാളിത്തത്തോടെ ഛത്തീസ്ഗഡിലെ അല്ലെ ദുർഗാപൂർ ജില്ലയിൽ ഇരുമ്പുരുക്കശാല സ്ഥാപിച്ചതാണ് ഏത്? ഭിലായ് എന്ന് മനസ്സിലാക്കുക. ഏത് വർഷമായിരുന്നു? 1959 ഭിലായ് അല്ലെ. ഭിലായ് എന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ ഭിലായ് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഷിയോനാഥാണ്. ഏതാണ്? ഷിയോനാഥാണ്. ഏതാണ് മക്കളെ? ഷിയോനാഥാണ് എന്നും കൂടി. ബ്രാഹ്മണി നദീതീരമാണ് ഏത്? റൂർക്കേല ഇരുമ്പുരുക്ക് ശാല എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ബ്രിട്ടന്റെ സഹായത്തോടെയാണ് പശ്ചിമ ബംഗാളിൽ സ്ഥാപിതമായ ഇരുമ്പുരുക്ക് ശാലയാണ് ദുർഗാപൂർ. ദുർഗാപൂർ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ്? 1962 ദുർഗാപൂർ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ഇന്ത്യയിലെ ആദ്യ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ആണ് ബൊക്കാറോ. റഷ്യയുടെ പങ്കാളിത്തത്തോടെ 1964 എന്ത്? ബൊക്കാറോ വന്നത്. ദെൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല കൂടിയാണ് ഇത് ഈ ബൊക്കാറോ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. മിസൈൽ മാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണല്ലേ. എന്താണ്? APJ അബ്ദുൽ കലാം. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അല്ലെ. ദെൻ രണ്ടാം പരീക്ഷണ സമയത്ത് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ്. ദെൻ ഏതാണ് നേതൃത്വം നൽകിയ? അതിൻ്റെ പേര് ഓപ്പറേഷൻ ശക്തി എന്നാണ് അറിയപ്പെടുന്നത്. ഏത് വർഷമായിരുന്നു? 1998 അല്ലേ. അതെ, മെയ് മാസം 11, 13 ദിവസങ്ങളിലായിരുന്നു അല്ലേ. മെയ് മാസം 11, 13. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് വിക്രം സാരാഭായ്. ISROയുടെ ആദ്യ ചെയർമാൻ കൂടിയായിരുന്നു എന്ത്? വിക്രം സാരാഭായ്. വിക്രം സാരാഭായിയുടെ ജന്മദിനം എപ്പോഴാണ്? ഓഗസ്റ്റ് 12. ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനമായിട്ട് ആചരിക്കുന്ന എപ്പോഴാണ്? ഓഗസ്റ്റ് 12 വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ തുമ്പ റോക്കറ്റ് വിക്ഷേപം
വിക്ഷേപണ കേന്ദ്രത്തെ വിക്രം സാരാഭായുടെ സ്മരണാർത്ഥമാണ് എന്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം കൂടി ചെയ്ത് ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ രാജാർ രാമണ്ണ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഏത് വർഷമാണ് ആണവം ആദ്യത്തെ 1974 മെയ് 18 എപ്പോൾ ആദ്യത്തെ ആണവ പരീക്ഷണം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ഇന്ത്യൻ ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം ചോദിച്ചിട്ടുണ്ട്. ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യൻ ആണവ പരീക്ഷണം എവിടെയാണ് നടന്നത്? രാജസ്ഥാനിലെ പൊക്രാനിലാണ്. ദെൻ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാനാണ് ഹോമി ജെ ബാബ. അല്ല, നിലവിൽ വന്ന എപ്പോഴാണ് ആറ്റോമിക് എനർജി കമ്മീഷൻ? എപ്പോഴാണ്? 1948 ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത്. ബാബ റിസർച്ചിന്റെ ആദ്യത്തെ ചെയർമാൻ കൂടിയായിരുന്നു ആര്? ഹോമി ജെ ബാബ. മക്കളെ, ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കെന്റ് കരാർ? ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യ പാക് യുദ്ധമല്ലേ ആൻസർ? 1965 നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെയാണ് ഓപ്ഷൻ. അവിടെ ഏതാണ് മക്കളെ വരിക? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഷ്കെന്റ് കരാർ അല്ലേ? ഇത് ഒപ്പിട്ട കരാറാണ്. 1965 ഇന്ത്യ പാകിസ്ഥാൻ ഭാഗമായി ഒപ്പിട്ട കരാറാണ് താഷ്കെന്റ് കരാർ. 1965. ദെൻ സോവിയറ്റ് യൂണിയനാണ് അതിന് മധ്യസ്ഥ സ്ഥാനം വഹിച്ചതെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ അരുണാചൽ പ്രദേശിൻ്റെ നിയന്ത്രണത്തിനിടയിലാണ് എന്താണ് ഈ യുദ്ധം നടന്നതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ 1971 എന്താണ്? ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം. ഇന്ത്യ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ യുദ്ധമാണ് 1971 പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം. ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് വേണ്ടി നടന്ന യുദ്ധമാണത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. 1971 പാകിസ്ഥാൻ ഇന്ത്യ പാക് യുദ്ധത്തിന് ഭാഗമായി ഒപ്പിട്ട കരാർ ഏതാണ്? സിംല കരാർ കേട്ടോ. സിംല കരാറാണ് എന്നും കൂടി ഓർത്തു വെക്കുക. അതൊക്കെ എക്സാമിന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചതാണ്. പിന്നെ കാർഗിൽ യുദ്ധം ഏത് വർഷമായിരുന്നു? കാർഗിൽ 1999 കാർഗിൽ യുദ്ധം അല്ലേ? ഇന്ത്യൻ നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യയിലേക്ക് പാക്കുകാരും പട്ടാളക്കാരും ഭീകരവാദികൾ നുഴഞ്ഞു കയറുന്നതിനെ തുടർന്ന് 1999 നടന്ന യുദ്ധമാണ് കാർഗിൽ യുദ്ധം. ആ സമയത്ത് ആരാണ് പ്രധാനമന്ത്രി ചോദിച്ചിട്ടുണ്ട്? AB വാജ്പേയി ആണ്. ആരാണ്? AB വാജ്പേയി ആണ് ആ സമയത്തുള്ള പ്രധാനമന്ത്രി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഏത് പേരാണ് നടത്തിയ സൈനിക നടപടി? ഓപ്പറേഷൻ വിജയ് ആണ് കേട്ടോ. ഓപ്പറേഷൻ വിജയ് ആണ്. ദെൻ കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? ഏതാണ് ആൻസർ വരിക? കോഴിക്കോടാണ് അല്ലേ? ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഓപ്ഷൻ സി കോഴിക്കോടാണ് അല്ലേ? കേരളത്തിൽ ആദ്യമായി ലേലച്ചന്ത നിലവിൽ വന്ന ജില്ലയാണ് എന്ത്? ചോദിച്ചിട്ടുണ്ട്, കോഴിക്കോടാണ്. ദെൻ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം തൃശ്ശൂരാണ്. പൂരങ്ങളുടെ നാട്, ഉത്സവങ്ങളുടെ നാട് എന്നൊക്കെ പറയപ്പെടുന്നത് തൃശ്ശൂരാണ്. സ്പീഡ് പോസ്റ്റ് ഓഫീസ് സെൻറ്റർ ആരംഭിച്ച ജില്ലയാണ് എറണാകുളം. കേരളത്തിൻ്റെ വ്യവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അല്ലേ? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല കൂടിയാണ് ഏത്? എറണാകുളം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. നിത്യഹരിത നഗരം എന്നറിയപ്പെടുന്ന തിരുവനന്തപുരമാണ്. പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നു അല്ലേ? ആദ്യമായിട്ട് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്ന ജില്ലയാണ് എറണാകുളം. ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല കൂടിയാണ് എന്ത്? എറണാകുളം എന്നും കൂടി തിരുവനന്തപുരം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഈ അടുത്തിടെ കാലത്ത് യുനെസ്കോയുടെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ദെൻ 24ാമത്തെ ചോദ്യം LGSന്റെ ബാച്ചിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. 249 രൂപയുടെ 50 മോഡൽ പരീക്ഷകളും 25 ലൈവ് ക്ലാസ്സുകളും ഉണ്ട് കേട്ടോ. ദെൻ പുതിയ ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? നമുക്കറിയാം ആരാണ്? ഓം പ്രകാശ് ബിർളയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ദെൻ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏതു ദേശീയ പാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് ഏത് എന്ന് പറയുന്നത്?
ജലപാത 3 എന്ന് പറയുന്നു, അതവിടെ ശരിയാണ്. ദെൻ കേരളത്തിലൂടെ ദേശീയപാത കടന്നു പോകുന്ന കൊല്ലം മുതൽ കോട്ടപ്പുറം എന്ന് പറയുന്നു, അതും അവിടെ ശരിയാണ്. കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുന്നു, അതവിടെ എന്താണ്? ശരിയല്ല, തെറ്റാണ്. അപ്പോൾ ഏതാണ്? 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ സി മാത്രമാണ് കടന്നു പോകുന്നത് അല്ലേ. കേരള ദേശീയപാത കടന്നു പോകുന്ന കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നതാണ് എന്ത്? നാഷണൽ വാട്ടർവേസ് 3 എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറേ ഫാക്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്ത്. കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ 80 ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനായിട്ട് തീർത്ത് വരും. എനിക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ്സിൽ 80 ക്വസ്റ്റ്യൻ അങ്ങനെ തീർത്ത് പോകാം. പക്ഷെ വേണ്ട, മാക്സിമം കണ്ടൻസ് നിങ്ങൾക്ക് തരാൻ അത്രയും റിവിഷൻ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് നമ്മൾ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഏത് ക്ലാസ് ആണ് വേണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? ടോപ്പിക് വൈസ് നമ്മൾ തരുന്നുണ്ട്. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാംഗ ടോപ്പിക് വൈസ് തരുന്നുണ്ട്. ഇനി നാളെ അടുത്ത ദിവസം നമ്മൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുള്ള ഫുൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ടോപ്പിക് വൈസും ഉണ്ട്, PYQ ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് കയറാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ലൈവ് സെക്ഷൻ നമ്മൾ കഴിവതും ഒഴിവാക്കുന്നത്, റെക്കോർഡിലേക്ക് മാറുന്നത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.